മലപ്പുറം ജില്ലയിലെ 44 ലക്ഷത്തോളം വരുന്ന ജനങ്ങളും 16 നിയമസഭാ മണ്ഡലമുള്ള നമ്മളെ അതിവിസ്തീർണമായ വൈക്കടവ് ടു ചെങ്കരംകുളം വരെ 125 കിലോമീറ്ററാണ്. ഇങ്ങനെ ഇത്ര വിസ്തീർണമായിട്ട് ഇത്ര കിലോമീറ്ററും ഇത്ര ജനസംഖ്യയുള്ള ഒരു ജില്ല കേരളത്തിൽ വേറെ ഇല്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുക. ഇപ്പം മലപ്പുറം നിയമസഭാ മണ്ഡലം എടുക്കുക. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ അടിയിൽ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഒന്ന് ചിന്തിക്കുക, മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെ KSRTC സ്റ്റാൻഡും അതിൻ്റെ പരിസര പ്രദേശവും മലപ്പുറം കുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെ ആസ്ഥാന കേന്ദ്രമാണ് മലപ്പുറം. കളക്ട്രേറ്റും എല്ലാ സിവിൽ സ്റ്റേഷനും ഒക്കെ ഉള്ളത് അവിടെയാണ്. ആ മലപ്പുറത്തിൽ 96 മുതൽ 2024 വരെ എന്താണ് മലപ്പുറത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങളിലെ മാറ്റം എന്ന് നമ്മളത് പരിശോധിക്കും. ആ റോഡുകളൊക്കെ അതുപോലെ തന്നെ വെള്ള ലൈനുകളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് മാത്രമല്ല, അതുപോലെ കുറേ മരങ്ങൾ പുതിയതായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. റോഡ് സൈഡിലൊക്കെ ഇതുണ്ടായിരുന്നു. അല്ലാതെ ഈ റോഡിനോ ഒരു പുരോഗതിയോ മലപ്പുറത്തിന് ഇതുവരെ വന്നില്ല. അതിൻ്റെ കാരണം എന്താ? നിയമസഭ കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേരള സംസ്ഥാനം ഉണ്ടായതിൻ്റെ ശേഷം മലപ്പുറം നിയമസഭാ മണ്ഡലം ഇന്ന് വരെ UDF ആണ് വിജയിച്ചിട്ടുള്ളത്. അത് 30,000-ൻ്റെ മുകളിൽ കീഴ്പൊട്ടുന്ന വരെ വന്ന ചരിത്രമല്ല. ഇത് ഈ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണം. എന്നാൽ നമ്മൾ തൊട്ടപ്പുറത്തെ മണ്ഡലമായ ജില്ലയായ കോഴിക്കോട് ജില്ല കാണും. 13 നിയമസഭാ മണ്ഡലമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ 12 LDF ആണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ ഭരിക്കുന്ന കോർപ്പറേഷന് LDF ആണ്. അവിടുത്തെ പുരോഗതികളും 50-ഓളം വരുന്ന പാലങ്ങൾ, അതിൽ 19 പാലങ്ങൾ പുതിയതായിട്ടുണ്ടാക്കിയത്. പഴയ പാലങ്ങൾ നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. കോഴിക്കോട് ജില്ലേൻ്റെ മലപ്പുറം ജില്ലേൻ്റെ ബോർഡർ അത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ നാട്ടിൽ വന്ന വികസനങ്ങളും പാലങ്ങൾ റീകണ്ടീഷൻ ചെയ്യുന്നതും അവിടെ ഉണ്ടാകുന്ന പുരോഗതികൾ നമ്മളൊന്ന് പഠിക്കുക. അതിന് കാരണം എന്താ? അവിടെ 10,000-ന് താഴെ 5,000-ന് താഴെ ജയിക്കും. ഇനി ജയിച്ചാൽ തന്നെ അവിടുത്തെ MLA-മാരും മന്ത്രിമാരും അവിടെ വരുന്നവർ ആ മണ്ഡലം നോക്കാൻ തയ്യാറ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കൊട്ടക്കണക്കിന് ഭൂരിപക്ഷം വോട്ട് ചെയ്യാനുള്ള ഒരു ടീം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധിക്കാരും അഹങ്കാരവുമാണ് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഞാൻ അടുത്ത ഒരു ക്ലിപ്പിൽ ഞാൻ മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞു തരും. ഒരു 30 വർഷത്തിൻ്റെ 40 വർഷത്തിൻ്റെ അവിടെ നിന്ന് എന്ത് മാറ്റമാണ് മലപ്പുറം നിയമസഭാ മണ്ഡലത്തിനുള്ളത് നമുക്കൊക്കെ എഴുതുക. അതുപോലെ പഴയതായിട്ടുള്ളതല്ലാതെ റോഡ് സൈഡിൽ കുറേ മരങ്ങൾ പുതിയതായിട്ടുണ്ടാവുന്നല്ലാതെ വേറൊരു വികസനവുമില്ല. ഇനി അടുത്ത നിയമസഭാ മണ്ഡലത്തിലും ഇതുപോലെ വരുന്നതും ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളായി നിൽക്കും. അവർ 30,000-നും 35,000-നും വിജയിച്ച് പോവും. അവർക്കൊന്നും നോക്കിയില്ലെങ്കിലും അവരെ പാർട്ടിക്കും അവരെ ചുറ്റുപറ്റി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുത്താൽ വീണ്ടും സീറ്റ് കിട്ടും, മത്സരിക്കും, ജയിക്കും. ഈ ഒരു അവസ്ഥയിൽ ഓരോ മണ്ഡലങ്ങളും ശാപം പിടിച്ച് കോഴിക്കോട് ജില്ലയിലെ ജനങ്ങളെ കണ്ട് പഠിക്കണം. മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണ് കിടക്കുന്നത്? മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ടാണ്. ഇത് ഇങ്ങനെയുള്ള ജില്ലേൻ്റെത് പോലും മറ്റുള്ള ജില്ലകൾ കവർന്നെടുത്ത് പോവുക. ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് വളരെ ചുരുക്കി പറയാണ്, മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ട കാലം അതിവിദൂരമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും